അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഡിയുടെ Q3 എന്ന് പറയുന്ന SUV സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം കുറച്ചൊരു മോഡൽ കൂടിയ വാഹനമാണ്. 2016 മാനുഫാക്ചറിംഗ് ആണ്. അതുപോലെ തന്നെ 17 രജിസ്ട്രേഷനിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. Q3 അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ്. ന്യൂ ഷേപ്പാണ് കേട്ടോ. ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള മോഡലാണ്. തീർച്ചയായിട്ടും 16 മാനുഫാക്ചറിംഗ് അതുപോലെ തന്നെ 17 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാവുന്ന സമയത്ത് തന്നെ പുതിയ ഷേപ്പിൽ വരുന്ന വാഹനമായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 57,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. നല്ലൊരു വാഹനമാണ്. കാരണം കുറേ ആളുകൾ Q3 ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിൽവർ കളർ വണ്ടി കൂടി ഇനി അതിലും കാണിക്കാനുണ്ട്. അപ്പോൾ വൈറ്റിനാണ് കുറച്ചും കൂടി ഒരു ഡിമാൻഡും അതുപോലെ തന്നെ കൂടുതൽ എൻക്വയറിയും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ വൈറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. 2016 ഗ്ലാസ്സാണ് എല്ലാ ഭാഗത്തും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. നല്ല മെക്കാനിക്കൽ കണ്ടീഷനാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുപോലെ തന്നെ ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, ഞാനിവിടെ കാണിക്കാറുള്ളത് ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ വണ്ടിയിലും കൂടുതൽ എല്ലാ മുക്കും മൂലയും ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ ഷോറൂമിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മീൻസ് കുറേ വണ്ടികൾ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളും ഇപ്പോൾ ഓരോ വണ്ടിയെ സ്പെസിഫൈ ചെയ്ത് പല ആളുകളും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് വേണം, കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് അത് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായി വരും. കുറേ കോളുകൾ, കുറേ സംശയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനും പറ്റും, അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പവും. നമ്മുടെ ആളുകൾക്ക് എന്താ പറയുക, വണ്ടികൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ ചൂസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് ആദ്യം തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയിലുള്ള ഇൻറ്റീരിയറാണ്. ബ്ലാക്ക് ബീജ് കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. 57,000 ഓടിയിട്ടുള്ളത് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഇപ്പോൾ സീറ്റോ കാര്യങ്ങളോ ഒന്നും തേയ്മാനങ്ങളോ അല്ലെങ്കിൽ കീറലോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ബട്ടൺസ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു യൂസേജ് ഉള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഡോർ പാഡൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഗ്ലാസ്സൊക്കെ 16 ഇപ്പോൾ ഈ ഒരു ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും ഒറിജിനൽ ഡോറ് തന്നെയാണ്. പുറകിൽ സീറ്റാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫാണ് കേട്ടോ വണ്ടിയുടെ മുകളിൽ വന്നിട്ടുള്ളത്. എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു Q3 ആണിത്. ഇപ്പോൾ ടയർ വാങ്ങൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതായാലും ഇതിൻ്റെ ടയറും കൂടി നോക്കിയിട്ട് അങ്ങ് പോകാം. ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഈ ഒരു ടയർ നമുക്കൊരു ഇത് അത്യാവശ്യമുണ്ട്. ഒരു 90% ടയർ ഫ്രണ്ടിലത്തേതുണ്ട്. പുറകിലത്തേത് കുറച്ച് കുറവാണ്, ഒരു 60% ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി വൈസ് വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ലൊരു ക്ലീൻ വണ്ടിയാണ്. 30 TDI ആണ് വന്നിട്ടുള്ളത്. യെസ്, മേജറായിട്ടുള്ള തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കമ്പനി ആ ഒരു പഞ്ചിങ്ങാണ്. കമ്പനി പേസ്റ്റിങ്ങും അതുപോലെ തന്നെ കമ്പനി പഞ്ചിങ്ങുമാണ് വന്നിട്ടുള്ളത്. ഏതായാലും Q3 എടുക്കുന്നവന് സ്റ്റെപ്പിന് ഏതായാലും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല വണ്ടികൾക്കും സ്റ്റെപ്പിന് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കൂടെ സ്റ്റെപ്പിന് വന്നിട്ടുണ്ട്. ഇവിടേക്കാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഇപ്പം ഈ ഒരു ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും കുറവാണ്. നമ്മൾ ആ ബാക്കിൽ ആ സൈഡ് കണ്ട പോലെ തന്നെ ഒരു 40 to 50% ഈ ടയറും ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു കോർണറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പരിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 16 ഗ്ലാസ് തന്നെയാണ്. 16 ഡോറും റീപ്ലേസ്ഡ് അല്ല, ഒറിജിനൽ ഡോർ തന്നെയാണ്. ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പം വീഡിയോ ഫുള്ള് കാണാണ്ട് അവിടെയും ഇവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന കോൾസൊക്കെ വീണ്ടും ഇപ്പോഴും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയ്ക്കകത്ത് ഒരുവിധ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ വിട്ടും പോവാറുണ്ട്. വിട്ടുപോയ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ഇങ്ങനത്തുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞാൻ വില കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയ്ക്കകത്ത് പറയും. ഒറിജിനൽ ഡോർ തന്നെയാണ്. സീറ്റിനൊക്കെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ Q3 എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് Q3 ഒക്കെ മാനുവൽ വണ്ടിയും വരുന്നുണ്ട് കേട്ടോ. വിത്തൗട്ട് സൺറൂഫുള്ള മാനുവൽ വണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പനോറമിക് സൺറൂഫൊക്കെ വരുന്ന ന്യൂ ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഫുൾ ഓർഡർ ആയിട്ടുള്ള ഒരു വാഹനം കേട്ടോ അത്. നമുക്കിതിൻ്റെ ബോണറ്റും തുറക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ റൂമും ഞാൻ ഏതായാലും തുറന്ന് കാണിച്ചു തരാം. വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്താട്ടോ, ഓടിക്കാനൊക്കെ നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ബോണറ്റ് ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ വേറെ മേജർ വർക്കിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു പേസ്റ്റിങ്ങൊക്കെ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള ഈ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത്, മീൻസ് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ നിന്നും തട്ട് കാര്യങ്ങളൊന്നും നടന്നതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. ഇതൊക്കെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒറിജിനലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു പേസ്റ്റിങ് ഇതൊക്കെ കമ്പനി പേസ്റ്റിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷനിൽ എന്തായാലും പുറത്തുനിന്ന് ഇടിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള വണ്ടി ഇപ്പം ഡൽഹിയിലൊക്കെ ഞാൻ അധികം കണ്ടിട്ടുള്ള അധികം കമ്പനി സർവീസുള്ള വണ്ടികൾ തന്നെയാണ്. പുറത്തുനിന്ന് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടി വാങ്ങിയപ്പോൾ എൻ്റെ റിലേറ്റീവ് ആരെങ്കിലും ഇങ്ങനെ വർക്ക്ഷോപ്പൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ നിന്ന് ചെയ്യുള്ളൂ. അപ്പോൾ അല്ലാത്ത ഒരു കോമൺ മാനൊക്കെ ആണെങ്കിൽ കമ്പനിയിൽ തന്നെ ആയിരിക്കും സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം 2016-17 മോഡലിലുള്ള ഓഡി Q3 ഞാൻ പണ്ട് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഓഡി എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ എനിക്ക് കമ്പനി തന്നെ ഓഡി അല്ല ഔഡി എന്ന് പറയണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കുള്ളതെങ്കിൽ പോലും നമ്മൾ മലയാളീസ് ഇങ്ങനെ പറഞ്ഞ് ഓഡി എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് നമ്മളെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ഓഡി Q3 2016 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ, 57,000 റണ്ണിങ്ങിലുള്ള നല്ലൊരു ക്ലീൻ പീസ് വണ്ടി. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 14,80,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി കിട്ടും. ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. പുള്ളി 15,000 ഇതിൻ്റെ ആസ്കിങ് റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംസാരത്തിലൂടെ ഏകദേശം ഒരു റേഞ്ചിൽ ഇങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇവിടെയുള്ള ഡീൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പം ഇന്നിപ്പോൾ ഒരു 14,80 പറഞ്ഞാൽ അല്ലെങ്കിൽ 15 പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് സംസാരിച്ച് നമ്മളൊരു അഡ്വാൻസ് വെച്ചതാ ഇന്ന റേറ്റിനാണെങ്കിൽ എടുക്കാം എന്ന രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ചില സമയത്ത് കുറച്ചൊക്കെ റേറ്റ് കുറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ചില ഓണേഴ്സ് ആണെങ്കിൽ എനിക്ക് ഇത് 14,500 കിട്ടിയാലേ ഞാൻ കൊടുക്കുകയുള്ളൂ അങ്ങനെ പറയുന്ന ഓണേഴ്സുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ഓണേഴ്സിൻ്റെ വണ്ടി നമ്മൾ ആ ഒരു ഫൈനൽ റേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പറയാറുണ്ട്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടൊക്കെ സംഭവിക്കാവുന്ന വണ്ടീൻ്റെ റേറ്റ് ഞാൻ ആ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 14,75-80 ആ റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി കിട്ടും. ചിലപ്പം അതിനെക്കാട്ടും കുറച്ചും കൂടി കുറയാനും ചാൻസ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പോയിട്ട് ഇപ്പം എനിക്ക് വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓണറടുത്ത് പോയിട്ട് ഇതിന് ഇത്ര എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊരു ഫൈനൽ റേറ്റ് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ആ ഒരു ഫൈനൽ ആ ഒരു കട്ട് റേറ്റ് പറയാൻ പറ്റില്ല. 14,75 ചിലപ്പോൾ 14.50 കിട്ടും, ചിലപ്പോൾ 14.75 തന്നെ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 15 കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം 15.5 ആസ്കിങ് റേറ്റ് ആയിട്ട് ആ ഒരു ഫെയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ 15,000 ചോദിച്ച വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 10,000 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 1 lakh റേഞ്ചിലൊക്കെ കുറയാറുണ്ട് നമ്മൾ ആവശ്യക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. DL രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ്സിലൊരു ക്രാക്ക് ഉണ്ട് കേട്ടോ, അത് ഞാൻ എന്തായാലും പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ പറയണല്ലോ. കണ്ടോ, ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഹീറ്റ് കൊണ്ട് സംഭവിച്ചതാണോ അല്ല കല്ല് അടിച്ചതാണ്. ഇവിടെ ചെറിയൊരു പാടുണ്ട്, കല്ല് കൊണ്ട് പൊട്ടിയതായിരിക്കും. ഈ കല്ലൊക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അത് ചൂടൊക്കെ വരുന്ന സമയത്ത് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് എൻലാർജ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഇത് ഉപയോഗിക്കുന്നതിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതൊന്നും അങ്ങനെ പൊട്ടൊന്നുമില്ല. പിന്നെ ചില ആളുകളുണ്ടാവും പിന്നെ പൊട്ടിയ ഗ്ലാസ് വെച്ച് വണ്ടി ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാറ്റേണ്ടി വരും കേട്ടോ. കമ്പനി തന്നെ മാറ്റണമെന്നില്ല, പുറത്ത് തന്നെ മാറ്റാൻ പറ്റും. കമ്പനിയിൽ നിന്നൊക്കെ ആകുമ്പോൾ നല്ല കോസ്റ്റ് വരും. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ഷോറൂമായിട്ട്, ഇതുപോലുള്ള പുതിയ വണ്ടികളുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു.